8ാം ക്ലാസ്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസ് ഓഫ് ഇക്വേഷൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഈ ചാപ്റ്ററിൻ്റെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാപ്റ്ററിലെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആഡിങ് ആൻഡ് സബ്ട്രാക്റ്റിംഗ് ആണ്, അതായത് തുകയും വ്യത്യാസവും. അതിന് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. സുഹ്റ ഓപ്പൺഡ് ഹെർ മണി ബോക്സ് ആൻഡ് സ്റ്റാർട്ടഡ് കൗണ്ടിങ് ഹെർ സേവിങ്സ്. ഹൗ മച്ച് ഈസ് ദെയർ? ആസ്ക്ഡ് ഹെർ മദർ. ഇഫ് യു ഗിവ് മീ 7 rupees മോർ ഐ വുഡ് ഹാവ് റൗണ്ട് 50. എന്താണ് ക്വസ്റ്റ്യൻ? സുഹ്റ തൻ്റെ മണി ബോക്സ് തുറന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. സുഹ്റയുടെ അമ്മ ചോദിച്ചു, എത്രയുണ്ട്? സുഹ്റ മറുപടി എടുത്ത എന്താ? ഇഫ് യു ഗീവ് മീ 7 rupees മോർ, ഒരു 7 രൂപയും കൂടി എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് എത്ര ആകും? 50 ആവും, 50 രൂപയാകും. 7 രൂപയും കൂടെ അമ്മ തന്നാൽ എൻ്റെ കയ്യിൽ എത്ര രൂപയാകും? 50 രൂപയാകും. അങ്ങനെയാണെങ്കിൽ സുഹ്റയുടെ കയ്യിൽ ഇപ്പം എത്ര രൂപയുണ്ട്? എങ്ങനെ ചെയ്യും ആൻസർ? 7 രൂപയും കൂടെ ഉണ്ടെങ്കിലല്ലേ 50 ആകത്തുള്ളൂ. അത് 50-ൽ നിന്ന് 7 കുറവാണ് സുഹ്റയുടെ കയ്യിൽ ഇപ്പോൾ. എന്ത് ചെയ്താൽ മതി? 50 - 7 ചെയ്താൽ മതി. 50-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 7 കുറച്ചാൽ മതി. 50-ൽ നിന്ന് 7 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 43 കിട്ടും. 43 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6 more marks and I would have got 100 out of 100 in my math exam. രാജൻ തോട്ട് സാഡ്ലി. ഹൗ മച്ച് ഡിഡ് ഹി സ്കോർ? രാജൻ എന്തു പറഞ്ഞേ? 6 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മാത്സിന് എന്ത് കിട്ടിയേനെ? 100 out of 100, 100-ൽ 100 കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ രാജന് ഇപ്പോൾ എത്ര മാർക്കുണ്ട്? 6 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് കിട്ടിയേനെ? 100 കിട്ടിയേനെ. അന്നേരം ഇപ്പോൾ എത്ര ഉണ്ട് മാർക്ക്? 100-ൽ നിന്ന് 6 കുറവല്ലേ? എന്ത് ചെയ്താൽ മതി? 100 - 6. 100-ൽ നിന്ന് എന്ത് ചെയ്താൽ മതി? 6 കുറച്ചാൽ മതി. 100 - 6 എത്രയാണ്? 94. ഇപ്പോൾ രാജന് എത്ര മാർക്കുണ്ട്? 94 മാർക്സ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 5 more years and I would be 18. I can vote. ലിസി calculated. How old is she now? 5 വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് എത്ര വയസ്സാവും? 18 വയസ്സാവും. ആര് പറഞ്ഞാ? ലിസി പറഞ്ഞേ. 18 വയസ്സാകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലിസിക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 5 വർഷവും കൂടെ കഴിഞ്ഞാൽ എത്ര ആവും? 18 ആവും. ഇപ്പോൾ എത്ര? 18-ൽ നിന്ന് 5 കുറവാണ് ലിസിയുടെ പ്രായം. 18 - 5 എത്രയാണ് ആൻസർ? 13. ഇപ്പോൾ ലിസിക്ക് എത്ര വയസ്സുണ്ട്? 13 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ഷുഡ് ബി ആഡഡ് ടു 123 ടു മേക്ക് ഇറ്റ് 321? 123-ൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്? 321 കിട്ടുന്നത്. എന്ത് ചെയ്താൽ മതി? 321-ൽ നിന്ന് ഈ 123 മൈനസ് ചെയ്താൽ മതി. ആൻസർ എന്ത് വരും? 198 എന്ന് വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഷുഡ് ബി സബ്ട്രാക്റ്റഡ് ഫ്രം 432 ടു ഗെറ്റ് 234? 432-ൽ നിന്ന് എന്ത് സബ്ട്രാക്റ്റ് ചെയ്താലാണ് 234 കിട്ടുന്നതെന്ന്? എന്തായാലും മതി? 432-ൽ നിന്ന് 234 മൈനസ് ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 198 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഉണ്ണി സ്പെൻഡ് 8 rupees ഫ്രം വാട്ട് ഹി ഗോട്ട് ഫോർ വിഷു ടു ബൈ എ പെൻ. വിഷുവിന് കിട്ടിയ കൈനീട്ടത്തിൽ നിന്ന് ഉണ്ണി എന്ത് ചെയ്തു? 8 രൂപ സ്പെൻഡ് ചെയ്തു. 8 രൂപ ചിലവാക്കി എന്ത് വാങ്ങി? ഒരു പേന വാങ്ങി. നൗ ഹി ഹാസ് 42 rupees ലെഫ്റ്റ്. ഇപ്പോൾ ഉണ്ണിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? 42 രൂപയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിഷുവിന് എത്ര രൂപയാണ് ഉണ്ണിക്ക് കിട്ടിയത്? മൊത്തം ഉണ്ടായിരുന്നതിനകത്ത് നിന്ന് 8 രൂപ എന്ത് ചെയ്തു? ഒരു പേന വാങ്ങി. ബാക്കി എത്ര ഉണ്ട്? 42 ഉണ്ട്. ഈ 42-ൻ്റെ കൂടെ ഈ 8 കൂടെ കൂട്ടിയാലല്ലേ ഉണ്ണിക്ക് എത്ര രൂപ കിട്ടിയെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തുള്ളൂ. 42-ൻ്റെ കൂടെ 8 കൂട്ടുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 50 എന്ന് കിട്ടും. ഉണ്ണിക്ക് എത്ര വിഷുക്കൈ നീട്ടം കിട്ടിയത്? 50 രൂപ. ഇനി ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഗോപാലൻ ബോട്ട് എ ബഞ്ച് ഓഫ് ബനാനാസ്. ഗോപാലൻ കുറച്ച് ബനാനാസ്, കുറച്ച് പഴം കൊണ്ടുവന്നു. അതിൽ 7 of the bananas had begun to rot and he removed them. 7 പഴം എന്ത് ചെയ്യാൻ തുടങ്ങി? നശിക്കാൻ തുടങ്ങി. There are 46. ആ 7 എണ്ണം മാറ്റിയപ്പോഴത്തേക്ക് ബാക്കി എത്ര ഉണ്ട്? 46 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര ബനാനാസാണ് ഗോപാലൻ കൊണ്ടുവന്നത്?
ടോട്ടലിൽ നിന്ന് 7 എണ്ണം മാറ്റിയപ്പോൾ നമുക്ക് എത്ര ഉണ്ട് ബാലൻസ് 46 ഉണ്ട്. അതിൽ ടോട്ടൽ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി, ഈ 46ൻ്റെ കൂടെ ഈ മാറ്റിയ 7 ബനാനയും കൂടെ ആഡ് ചെയ്യണം. എത്ര കിട്ടും ആൻസർ 53. അടുത്ത ക്വസ്റ്റ്യൻ, വിമല ബോട്ട് സം തിങ്സ് ഫോർ 163 റുപ്പീസ്. വിമല കുറച്ച് സാധനങ്ങൾ വാങ്ങി, എത്ര രൂപയായി 163 രൂപയായി. നൗ ഹി ഹാസ് 337 റുപ്പീസ് ലെഫ്റ്റ്. വിമലയുടെ ഈ ബാക്കി എത്ര രൂപയുണ്ട് 337 രൂപയുണ്ട്. അങ്ങനെ ആണെങ്കിൽ ആദ്യം എത്ര രൂപ ഉണ്ടായിരുന്നു എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഉള്ള രൂപയുടെ കൂടെ ചിലവാക്കിയതൂടെ കൂട്ടിയാൽ പോരെ. 163 അല്ലേ ചിലവാക്കിയത്, എത്ര കിട്ടും 500 രൂപ ഉണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് നമ്പർ ബിക്കംസ് 321 ഓൺ സബ്ട്രാക്റ്റിംഗ് 123. 321 ഏതോ ഒരു നമ്പറിൽ നിന്ന് 123 മൈനസ് ചെയ്തപ്പം എന്ത് കിട്ടി നമുക്ക് 321 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ കണ്ടുപിടിക്കണം. ഏതോ ഒരു നമ്പറിൽ നിന്ന് 123 മൈനസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി 321 കിട്ടി. അങ്ങനെയാണ് ആ നമ്പർ കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി 321ൻ്റെ കൂടെ 123 ആഡ് ചെയ്താൽ മതി. ആൻസർ 444. ചാപ്റ്ററിൽ അടുത്ത സെക്ഷനാണ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, അതായത് ഗുണനവും ഹരണവും. നമ്മളിപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു. ഇനിയുള്ള എന്താണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. ഇൻ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ദി ഡെപ്പോസിറ്റഡ് എമൗണ്ട് വുഡ് ബി ഡബിൾഡ് ആഫ്റ്റർ 6 ഇയേഴ്സ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം, ഈ സ്കീമിൽ നമ്മൾ പൈസ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 6 വർഷം കഴിയുമ്പം എന്താവും ഇരട്ടി തുകയാകും. ഇപ്പോൾ 2000 ആണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 6 വർഷം കഴിയുമ്പോൾ എത്ര ആവും 4000 ആവും. 4000 ആണെങ്കിൽ എന്താവും 8000 ആവും. ടു ഗെറ്റ് 10,000 റുപ്പീസ് ഫൈനലി ഹൗ മച്ച് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് നൗ. നമുക്ക് 6 വർഷം കഴിയുമ്പം 10,000 റുപ്പീസ് വേണം, 10,000 രൂപ നമുക്ക് കിട്ടണം. അങ്ങനെയാണ് നമ്മൾ എത്ര രൂപ ഇപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യണം, ഡബിൾ അല്ലേ ആവുന്നത്. എന്തിൻ്റെ ഡബിളാണ് 10,000, 5,000ൻ്റെ ഡബിളാണ് 10,000. അതെ, ഇപ്പോൾ എത്ര രൂപ നിക്ഷേപിക്കണം, ഇപ്പോൾ 5000 രൂപ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 6 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 10,000 രൂപ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 4 persons ഡിവൈഡഡ് ഈക്വലി ദി പ്രോഫിറ്റ്സ് ദേ ഗോട്ട് ഫ്രം ദെയർ ബിസിനസ്. 4 പേര് ചേർന്നൊരു ബിസിനസ് ചെയ്യുക. ഇതിൽ നിന്ന് കിട്ടിയ ലാഭം ഇവർ 4 പേരും കൂടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു, തുല്യമായിട്ട് വീതിച്ചെടുത്തു. അതിൽ ജോസിന് കിട്ടിയത് 1500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം പ്രോഫിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ മൊത്തം ലാഭം എത്രയാണ്? ഒരാൾക്ക് കിട്ടിയത് എത്ര 1500 അല്ലേ, 4 പേരും തുല്യമായി വീതിച്ചെടുത്തെന്നല്ലേ പറഞ്ഞാൽ. ഈ 4 പേർക്കും കിട്ടിയത് എന്ത് തന്നെ ആയിരിക്കും 1500 ആയിരിക്കും. 1500 × 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മൊത്തം ലാഭം എത്രയാണെന്ന് കിട്ടും. എത്ര കിട്ടും 6000 രൂപയാണ് മൊത്തം ലാഭം. ഒരാൾക്ക് കിട്ടിയത് എത്ര 1500 രൂപ. നമ്മൾ എന്താ ചെയ്തേ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദി സാലറി ഓഫ് ദി മാനേജർ ഓഫ് ആൻ ഓഫീസ് ഈസ് 5 times ദി സാലറി ഓഫ് എ പിയൂൺ. ഒരു ഓഫീസിൽ അവിടുത്തെ മാനേജറിൻ്റെ സാലറി എന്ന് പറയുന്നത് അവിടുത്തെ പിയൂണിൻ്റെ സാലറിയുടെ 5 times ആണ്, അല്ലെങ്കിൽ 5 മടങ്ങാണ്. ദി മാനേജർ ഗെറ്റ്സ് 75,000 റുപ്പീസ് എ മന്ത്. മാനേജറിന് എത്ര രൂപ കിട്ടുന്നുണ്ട് സാലറി 75,000, 75,000 രൂപ ഒരു മാസം കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് പിയൂണിന് എത്ര ആയിരിക്കും കിട്ടുന്നത്? പിയൂണിൻ്റെ സാലറിയുടെ 5 times അല്ലേ ഈ മാനേജറുടെ സാലറി ആയിട്ടുള്ള 75,000. അങ്ങനെയാണ് പിയൂണിൻ്റെ സാലറി കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഈ 75,000നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15,000 റുപ്പീസ് എന്ന് കിട്ടും. പിയൂണിൻ്റെ സാലറി എത്ര 15,000 റുപ്പീസ്. പിയൂണിൻ്റെ സാലറി ഇൻറ്റു 5 അല്ലേ 75,000. അതുകൊണ്ടാണ് നമ്മൾ 75,000 ഡിവൈഡഡ് ബൈ 5 ചെയ്തത്. സം ഫ്രണ്ട്സ് വെൻറ്റ് ഫോർ എ ട്രിപ്പ് ആൻഡ് ഡിസൈഡഡ് ടു ഡിവൈഡ് ഈക്വലി എമംഗ് ദം ദി 12,500 റുപ്പീസ് ദേ ഹാഡ് സ്പെൻറ്റ്. കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ഒരു ട്രിപ്പ് പോയി. അവർക്ക് ടോട്ടൽ എത്ര രൂപ ചിലവായി 12,500 രൂപ ചിലവായി. ഓരോരുത്തരും ചിലവായ തുക ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പേ ചെയ്യാൻ തീരുമാനിച്ചു. ഈച്ച് ഹാഡ് ടു പേ 2,500 റുപ്പീസ്. അങ്ങനെ ആകുമ്പോൾ ഓരോരുത്തർക്ക് എത്ര രൂപ വെച്ച് പേ ചെയ്യണം
2500 രൂപ പേ ചെയ്യണം. ഹൗ മെനി വെയർ ദെയർ ഇൻ ദി ഗ്രൂപ്പ്? എത്ര പേര് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു? ടോട്ടൽ എത്ര സ്പെൻഡായി? 12,500 രൂപ വെച്ച് ചിലവായി. ഒരാൾ ചിലവാക്കേണ്ട എത്രയാണ്? 2,500 രൂപ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേര് അതിനകത്തുണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ഈ 12,500നെ 2,500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആൻസർ നമുക്ക് 5 എന്ന് കിട്ടും. 5 പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 ഗീവ്സ് 756. വാട്ട് ഈസ് ദി നമ്പർ? ഒരു നമ്പറിനെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 756 കിട്ടി. അങ്ങനെയാണ് ആ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 756 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ മതി. ആൻസർ 63 ആണ്. നമ്പർ ഡിവൈഡഡ് ബൈ 21 ഗീവ്സ് 756. ഒരു നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 756 കിട്ടി. അങ്ങനെയാണ് ആ നമ്പർ എത്ര? ഇവിടെ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 756 കിട്ടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 756 ഡിവൈഡ് ബൈ 12 ചെയ്തു. ഇവിടെ എന്താണ്? ഒരു നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴാണ് 756 കിട്ടിയത്. അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കിട്ടാൻ 756 ഇൻറ്റു 21 ചെയ്യണം. ആൻസർ 15,876.